തീക്ഷണശാലിയായ രാഷ്ട്രീയക്കാരൻ, വാത്മി, യുദ്ധതന്ത്രജ്ഞൻ, കലുഷിതമായ ഒരു കാലത്ത് റോമൻ റിപ്പബ്ലിക്കിന്റെ അധികാരത്തിലേക്ക് സ്വയം നടന്നെടുത്തയാൾ, പിന്നെ റോമിനെ പൂർണ്ണമായും തന്റെ വരുതിയിലാക്കിയ ഉരുക്കു മനുഷ്യൻ, അപരാജിതനായ ഒരു തികഞ്ഞ യോദ്ധാവ്. റോമൻ റിപ്പബ്ലിക്കിനെ ലോകത്തിനു മുന്നിൽ നിർണായക ശക്തിയാക്കി മാറ്റി ഈ സൈനിക ജനറൽ. അദ്ദേഹം തലമുറകളെ സ്വാധീനിച്ചു. ലോകമെങ്ങുമുള്ള ഭരണാധികാരികളും എഴുത്തുകാരും രാഷ്ട്രതന്ത്രജ്ഞരും ഈ മനുഷ്യനാൽ പ്രചോദിതരായി. റോമിനെ റോമാ സാമ്രാജ്യം ആക്കുകയും ചരിത്രത്തിൽ അതിന് ഏറ്റവും മികച്ച സ്ഥാനം നേടിക്കൊടുക്കുകയും ചെയ്ത യുദ്ധവീരനായ രാഷ്ട്രതന്ത്രജ്ഞൻ ജൂലിയസ് സീസർ. ജൂലിയസ് സീസറിന്റെ ജനനകാലത്തും അതിനു മുമ്പും റോം ഒരു റിപ്പബ്ലിക്കായാണ് അറിയപ്പെട്ടത്. ജനങ്ങളെ 3 വിഭാഗങ്ങളായി വേർതിരിച്ചിരുന്നു. ആദ്യത്തേതും ഏറ്റവും പ്രബലമായ വിഭാഗത്തെയാണ് പെട്രീഷ്യന്മാർ എന്ന് വിളിച്ചിരുന്നത്. അവർ ഉന്നതകുല ജാതരും പ്രഭു കുടുംബാംഗങ്ങളുമായിരിക്കും. മണിമാളികകളിൽ താമസിക്കുന്ന ഇവർക്കു വേണ്ടി പണിയെടുക്കാൻ ധാരാളം അടിമകളും ഉണ്ടായിരിക്കും. പ്ലേബിയന്മാർ എന്നറിയപ്പെടുന്നവരാണ് രണ്ടാമത്തെ വിഭാഗക്കാർ. അവർ സമ്പന്നരല്ല. കരകൗശല വിദ്യകളോ കച്ചവടമോ നടത്തി കുടുംബം പോറ്റുന്നവരാണ്. എങ്കിലും അവർക്ക് പൗരത്വമുണ്ട്. അസംബ്ലിയിൽ പോയി വോട്ട് ചെയ്യാനുള്ള അവകാശവും. മൂന്നാമത്തെ കൂട്ടർ അടിമകളാണ്. മറ്റ് 2 വിഭാഗങ്ങളെ അപേക്ഷിച്ച് എല്ലാം നിഷേധിക്കപ്പെട്ടവരാണ് അടിമകൾ. റോമിലെ പ്രധാനപ്പെട്ട പ്രഭു കുടുംബങ്ങളിൽ ഒന്നിലാണ് ജൂലിയസ് സീസറിന്റെ ജനനം. പെട്രീഷ്യൻ കുടുംബാംഗങ്ങളിൽപ്പെട്ടവരായിരുന്നു ജൂലിയസ് സീസറിന്റെ മാതാപിതാക്കൾ. BC 100 ജൂലൈ 12 ജൂലിയസ് സീസറിന്റെ ജനന തീയതി. പ്രബലമായ ജൂലിയൻ വംശത്തിലാണ് സീസർ പിറന്നത്. പിതാവ് ഗായസ് ജൂലിയസ് സീസർ. പിതാവിന്റെ പേരു തന്നെയാണ് ജൂലിയസ് സീസറിന്റെയും പൂർണ്ണമായ നാമം, ജൂലിയസ് ഗായസ് സീസർ. സീസറിന്റെ അമ്മ ഔറേലിയ കോട്ട പ്രഭുകുല ജാതയാണ്. സൗന്ദര്യ ദേവതയായ വീനസിന്റെ പരമ്പരയിൽപ്പെട്ട ജൂലസിന്റെ ബന്ധുത്വമാണ് ജൂലിയൻ വംശത്തിന് അവകാശപ്പെടാനുള്ളത്. എന്നാൽ കുടുംബത്തിന്റെ പ്രതാപം തെല്ലൊന്ന് തകർന്നു നിന്ന കാലത്താണ് ജൂലിയസ് സീസറിന്റെ ജനനം. സീസറുടെ ജനന സമയത്ത് പെട്രീഷ്യൻ വംശജർ പ്ലേബിയൻസുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് വലിയ തകർച്ച നേരിടുകയാണ് ചെയ്തത്. ജൂലിയസ് സീസറിന്റേതുൾപ്പെടെ ഏതാനും കുടുംബാംഗങ്ങൾ മാത്രമേ പെട്രീഷ്യൻ ഗണത്തിൽ അവശേഷിച്ചുള്ളൂ. അവരിൽ പലരും പ്ലേബിയൻസിന്റെ കൂട്ടത്തിലേക്ക്, അതായത് സാധാരണക്കാരിലേക്ക് പിന്തള്ളപ്പെട്ടു. ജൂലിയസ് സീസറെ കൂടാതെ 2 പുത്രിമാർ കൂടി ഔറേലിയ ഗായസ് ജൂലിയസ് ദമ്പതിമാർക്കുണ്ട്. ജൂലിയ മേജറും ജൂലിയ മൈനറും. പെൺകുട്ടികളാണ് ആദ്യം ജനിച്ചത്. ഇളയ പുത്രനായിരുന്നു ജൂലിയസ് സീസർ. ജൂലിയസ് സീസറിന്റെ പിതാവിന്റെ താൽപര്യപ്രകാരം മാർക്കസ് അന്റോണിയസ് നിഫോയിയെ മകന്റെ സ്വകാര്യ അധ്യാപകനായി നിയമിച്ചു. ആദ്യ ഗുരുവെന്ന നിലയിൽ ജൂലിയസ് സീസറിൽ മാർക്കസ് അന്റോണിയസ് വലിയ സ്വാധീനം ചെലുത്തി. ഗുരുവിന്റെ പ്രേരണയിൽ പ്രഭാഷണ കലയിലും അവൻ വലിയ താൽപര്യമെടുത്തു. സീസറെ ശിഷ്യനായി കിട്ടിയതിൽ മാർക്കസ് അന്റോണിയോ ഏറെ അഭിമാനിച്ചു. അസാധാരണ ബുദ്ധി വൈഭവമുള്ള കുട്ടി. അവൻ ഗ്രന്ഥങ്ങളും വ്യാകരണ നിയമങ്ങളും പെട്ടെന്ന് മനഃപാഠമാക്കുന്നു. പുസ്തകങ്ങളുടെ പരിമിത വൃത്തത്തിൽ ഒതുങ്ങുന്നതല്ല അവന്റെ ചിന്തകൾ. വാക്കുകൾ മൂർച്ചയുള്ളതാണ്. മാർക്കസ് അന്റോണിയെ മകന്റെ അധ്യാപകനായി കിട്ടിയതിൽ ഗായസ് ജൂലിയസ് സീസറിന് സന്തോഷമായി. തന്റെ കുടുംബത്തിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ ജൂലിയസ് സീസറിന് കഴിയും. അന്റോണിയോ നൽകുന്ന വിദ്യാഭ്യാസം അതിന് അവനെ പ്രാപ്തനാക്കും അദ്ദേഹം കരുതി. എന്നാൽ BC 85 ഗായസ് ജൂലിയസ് സീസർ ഈ ലോകത്തോട് വിട പറഞ്ഞു. പിതാവിന്റെ പെട്ടെന്നുള്ള മരണം ജൂലിയസ് സീസറെയും കുടുംബത്തെയും തളർത്തി. ഔറേലിയയ്ക്കും കുട്ടികൾക്കും തീർത്തും അപ്രതീക്ഷിതമായ ആഘാതമായിരുന്നു അത്. പിതാവ് മരിക്കുമ്പോൾ ജൂലിയസ് സീസറിന്റെ പ്രായം വെറും 15 അന്ന് ആ നിമിഷം മുതൽ ജൂലിയസ് സീസറിന്റെ സ്വതന്ത്ര ജീവിതം ആരംഭിച്ചു. ഗായസ് ജൂലിയസ് സീസറിന്റെ സഹോദരി ഭർത്താവ് ഗായസ് മാരിയസ് ബാലനായ ജൂലിയസ് സീസറിന്റെ ദയനീയത മനസ്സിലാക്കി. ഗായസ് മാരിയസ് റോമൻ റിപ്പബ്ലിക്കിലെ പ്രബലരായ നേതാക്കളിൽ ഒരാളാണ്. ഗായസ് മാരിയസിന്റെ സംഘത്തിനൊപ്പം ചേർന്ന ജൂലിയസ് സീസർ ചെറുപ്പം മുതൽ തന്നെ ആവേശം കൊള്ളിക്കുന്ന രാഷ്ട്രീയത്തെ അടുത്തറിഞ്ഞു തുടങ്ങി. റോമ നഗരം അപ്പോൾ ഗായസ് മാരിയസിന്റെയും അദ്ദേഹത്തിന്റെ മിത്രമായ ലൂസിയസ് കോർണേലിയസ് സിന്നയുടെയും നിയന്ത്രണത്തിലായിരുന്നു. നഗരത്തിന്റെ ദേവനായ ജൂപ്പിറ്ററിന്റെ പ്രധാന പൂജാരിയായ ഫ്ലമന്റൈലിസ് എന്ന പദവിയിലേക്ക് ജൂലിയസ് സീസറെ അവരിരുവരും ചേർന്ന് നിയമിച്ചു. കോർണേലിയസ് സിന്ന ജൂലിയസ് സീസറെ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. യുക്തിഭദ്രമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന യുവാവ്, കരുത്തൻ. പോരാത്തതിന് ഗായസ് മാരിയസിന്റെ ബന്ധുവും. സിന്ന തന്റെ മകൾ കോർണേലിയയെ സീസറിന് വിവാഹം ചെയ്തു നൽകി. വധുവിനൊപ്പം ധാരാളം സമ്പത്തും ജൂലിയസ് സീസറിന് സ്വന്തമായി. എന്നാൽ റോമൻ ജനറലും സ്റ്റേറ്റ്സുമാനുമായ ലൂസിയസ് കോർണേലിയസ് ഉള്ള അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിലൂടെ റോം വളഞ്ഞു. റോമിലെ ഒരു കൗൺസിൽ അംഗം തന്നെയാണ് സുള്ളയും.
അദ്ദേഹത്തിനൊപ്പമുള്ളവർ റോമൻ റിപ്പബ്ലിക്കിന്റെ സൈനികരും. റോമിന്റെ ഒരു സൈന്യം തന്നെ റോമിനെ വളയുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. സുള്ളയുടെ വൻ സേനയ്ക്ക് മുന്നിൽ റോം കീഴടങ്ങി. പരാജിതനായ മാരിയസ് നഗരത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഗായസ് മാരിയസിന്റെ തണലിൽ കഴിഞ്ഞ ജൂലിയസ് സീസറിന്റെ നില പരുങ്ങലിലായി. സീസറിന് വിവാഹത്തിന് ലഭിച്ച സ്വത്തുക്കൾ സുള്ള പിടിച്ചെടുത്തു. സീസറിന്റെ പുരോഹിതനായുള്ള ജോലിയും നഷ്ടപ്പെട്ടു. സുള്ള ഭരിക്കുന്ന റോമിൽ സൈനികനാവാൻ സീസർ ആഗ്രഹിച്ചില്ല. ജൂലിയസ് സീസർ റോമിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു രഹസ്യ യാത്രയ്ക്ക് പദ്ധതിയിട്ടു. ഭാര്യയെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചുകൊണ്ട് സീസർ തന്റെ യാത്ര ആരംഭിച്ചു. ഏഷ്യയിലുള്ള റോമിന്റെ സൈനിക താവളമായിരുന്നു ആദ്യ ലക്ഷ്യം. അവിടെ റോമിന്റെ ഗവർണറും സൈനിക തലവനുമായി കഴിയുന്ന മാർക്കസ് മിനോസിയസ് തെർമസിന്റെ സൈനിക ക്യാമ്പിൽ സീസർ എത്തി. തെർമസിന്റെ മേൽനോട്ടത്തിൽ സീസർ സൈനിക പരിശീലനം ആരംഭിച്ചു. കരുത്തനായ സൈനികനാവാൻ സീസറിന് കഴിയും. അസാധാരണമായ വാക്ചാതുര്യമുണ്ട്, തെർമസ് പറഞ്ഞു. മാർക്കസ് തെർമസ് വൈകാതെ സീസറിനെ ഒരു ദൗത്യമേൽപ്പിച്ചു. കരുത്തുറ്റ ഒരു നാവികസേന രൂപീകരിക്കണം. പുതിയ ദൗത്യവുമായി സീസർ മിഥിനിയയിലേക്ക് പുറപ്പെട്ടു. മിഥിനിയ ഏറെ നാളായി റോമിന്റെ നിയന്ത്രണത്തിലാണ്. നാവികസേനയെ രൂപീകരിക്കാനും സൈനികർക്ക് വിദഗ്ധ പരിശീലനം നൽകാനും തയ്യാറാണെന്ന് മിഥിനിയയിലെ രാജാവ് സീസറോട് പറഞ്ഞു. വൈകാതെ നാവികസേനയുടെ പണികൾ ആരംഭിച്ചു. തന്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കി സീസർ പെട്ടെന്നു തന്നെ മിഥിനിയയിൽ നിന്നും മടങ്ങി. അപ്പോഴേക്കും കരുത്തുറ്റ ഒരു സൈനികനായി ജൂലിയസ് സീസർ മാറിക്കഴിഞ്ഞു. BC 79 സുള്ള റോമൻ റിപ്പബ്ലിക്കിന്റെ ഭരണം ഒഴിഞ്ഞു. ആ വാർത്ത സീസറിനടുത്തെത്തി. സീസറിന് റോമിലെ ജീവിതത്തിലേക്ക് മടങ്ങാൻ തോന്നി. അമ്മയെയും ഭാര്യയെയും കണ്ടിട്ട് എത്രയോ കാലമായി. 78 BC സുള്ളയുടെ മരണവാർത്തയെത്തി. ഉടൻ തന്നെ റോമിലേക്ക് മടങ്ങാൻ ജൂലിയസ് സീസർ തീരുമാനിച്ചു. കുടുംബം സീസറിന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. ജൂലിയസ് സീസർ റോമ നഗരത്തെ പ്രതീക്ഷയോടെ കണ്ടു. ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ട്. മുമ്പത്തെ പോലെ തന്നെ ഇപ്പോഴും ദാരിദ്ര്യമാണ് സീസറിന്. രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന ഉന്നതകുല ജാതരുടെ പതിവനുസരിച്ച് സീസർ ന്യായവിചാരകനായി പ്രവർത്തിച്ചു തുടങ്ങി. കുറ്റവിചാരണ നടത്തുന്നതും ശിക്ഷയോ ശിക്ഷാ ഇളവോ ശുപാർശയോ ചെയ്യുന്നതുമാണ് ന്യായവിചാരകന്റെ ചുമതല. അപ്പോളനസ് മൊളോണിന്റെ അടുത്തുനിന്ന് പ്രഭാഷണ കല പരിശീലിക്കാമെന്ന് സീസർ തീരുമാനിച്ചു. ഗ്രീക്ക് പണ്ഡിതനും വാത്മിയുമായ മൊളോണിനെ തേടി സീസർ ഈജിയൻ സമുദ്രത്തിലൂടെ തന്റെ യാത്ര ആരംഭിച്ചു. എന്നാൽ യാത്രാമധ്യേ ആ കപ്പൽ കടൽക്കൊള്ളക്കാർ വളഞ്ഞു. ജൂലിയസ് സീസർ കടൽക്കൊള്ളക്കാരുടെ പിടിയിൽ അകപ്പെട്ടു. തങ്ങൾ പിടികൂടിയ ആൾ സാധാരണക്കാരനല്ല എന്ന് കൊള്ളക്കാർക്ക് ബോധ്യമായി. അയാൾക്ക് ഒരു പരിഭ്രമവുമില്ല, ഭയം തീരെയില്ല. മോചിപ്പിക്കണമെങ്കിൽ 20 പണത്തൂക്കം വെള്ളി കൈമാറണമെന്ന് കൊള്ളക്കാർ സീസറിനോട് ആവശ്യപ്പെട്ടു. 20 പണത്തൂക്കം തീരെ കുറഞ്ഞുപോയി എന്നായിരുന്നു സീസറിന്റെ മറുപടി. ചുരുങ്ങിയത് 50 പണത്തൂക്കം വെള്ളിയെങ്കിലും നിങ്ങൾ ആവശ്യപ്പെടണമായിരുന്നു, അദ്ദേഹം പറഞ്ഞു. അത്രയും വെള്ളി ആവശ്യപ്പെടാൻ സീസർ അവരെ നിർബന്ധിച്ചു. മോചനദ്രവ്യം കൈമാറിയതിനു ശേഷമാണ് സീസർ തന്റെ വിശ്വരൂപം പുറത്തെടുത്തത്. അദ്ദേഹം ഇതിനകം തന്നെ രൂപീകരിച്ചു കഴിഞ്ഞ തന്റെ നാവികസേനാ വ്യൂഹത്തെ ഈജിയൻ കടലിൽ അണിനിരത്തി. മണിക്കൂറുകൾക്കകം സീസറിന്റെ സേന കടൽ കൊള്ളക്കാരെ പരാജയപ്പെടുത്തി. ജൂലിയസ് സീസറിന്റെ സൈനികരുടെ തടവിലായി കടൽ കൊള്ളക്കാർ. അവരെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും സീസർ പുറമെയുള്ള ആരുടെയും സഹായമോ അനുവാദമോ തേടിയില്ല. എല്ലാവർക്കും വധശിക്ഷ എന്നതായിരുന്നു സീസറിന്റെ തീരുമാനം. അതിക്രൂരമായി തന്നെ അയാൾ അത് നടപ്പാക്കി. ജൂലിയസ് സീസർ പ്രിട്ടോറിയയിലേക്കുള്ള തന്റെ യാത്ര തുടർന്നു. ജൂലിയസ് സീസർ ഇപ്പോൾ തികഞ്ഞൊരു പ്രഭാഷകൻ കൂടിയാണ്. അപ്പോളനസ് മൊളോണിന്റെ കീഴിൽ പ്രഭാഷണകല അഭ്യസിച്ച സീസർ റോമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. റോമിലേക്ക് എത്തിയ സീസറെ ജനങ്ങൾ ആദരവോടെ എതിരേറ്റു. സീസറെ കാത്ത് മറ്റൊരു ശുഭവാർത്തയുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു മകൾ പിറന്നിരിക്കുന്നു. കുടുംബ പാരമ്പര്യമനുസരിച്ച് സീസറിന്റെ സഹോദരിമാരുടെ പേരു തന്നെ മകൾക്കുമിട്ടു, ജൂലിയ. നാളുകൾ കടന്നുപോയി. ഇതിനിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ആദ്യത്തെ ഔപചാരിക അംഗീകാരമായി ജൂലിയസ് സീസർ മിലിറ്ററി ട്രൈബോണായി തിരഞ്ഞെടുക്കപ്പെട്ടു. സീസറിന്റെ യാത്രകളിൽ അദ്ദേഹത്തിന്റെ സൈന്യവും അനുഗമിക്കാറുണ്ട്. ഹിസ്പാനിയ പ്രവിശ്യയെ റോമിന്റെ സമഗ്രാധിപത്യത്തിനു കീഴിൽ കൊണ്ടുവരാനായിരുന്നു സീസറിന്റെ ശ്രമം. ഭരണ ചുമതലകൾ വഹിക്കാനുള്ള ഒരവസരമായിരുന്നു അത്. ഹിസ്പാനിയയിലും റോമിലുമായി സീസർ സമയം ചെലവഴിച്ചു. സീസറുടെ ഭാര്യ കോർണേലിയയുടെ ആരോഗ്യസ്ഥിതി നാൾക്കുനാൾ മോശമായി വന്നു. സീസറിന്റെ ദാരിദ്ര്യം ഇതുവരെ മാറിയിട്ടുമില്ല. ജോലിയും രാഷ്ട്രീയ ഉത്തരവാദിത്വവും ഉണ്ടെങ്കിലും നിത്യചെലവിന് കടം വാങ്ങേണ്ട അവസ്ഥയാണ്. സീസർ ഹിസ്പാനിയയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴായിരുന്നു ആ വാർത്തയെത്തിയത്. കോർണേലിയ മരണപ്പെട്ടു. പ്രിയ പത്നിയുടെ വിയോഗം സീസറിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ജൂലിയസ് സീസറിന്റെയും കോർണേലിയയുടെയും മകൾ ജൂലിയയ്ക്ക് 7 വയസ്സ് തികഞ്ഞിട്ടേ ഉള്ളു.
കുട്ടിയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും സീസറുടെ അമ്മയുടെ ചുമലിലായി. സീസർ ഔദ്യോഗിക കാര്യങ്ങളുമായി ഹിസ്പാനിയയിലേക്ക് മടങ്ങി. ഹിസ്പാനിയയിലൂടെയുള്ള യാത്രക്കിടയിൽ ഒരിക്കൽ സീസർ അവിടെ സ്ഥാപിച്ചിട്ടുള്ള അലക്സാണ്ടർ ചക്രവർത്തിയുടെ പ്രതിമ കാണാൻ ഇടയായി. 33-ാം വയസ്സിനിടയിൽ അലക്സാണ്ടർ ചക്രവർത്തി ലോകം തന്നെ കീഴടക്കി കഴിഞ്ഞു. അതേ പ്രായത്തിൽ താൻ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് സീസർ ഓർത്തു. അയാൾക്ക് വലിയ നിരാശ തോന്നി. ഹിസ്പാനിയയിലെ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയ ജൂലിയസ് സീസർ റോമിൽ മടങ്ങിയെത്തി. കോർണേലിയയുടെ മരണം കഴിഞ്ഞ് 1 വർഷത്തിനു ശേഷം സീസർ വീണ്ടും വിവാഹിതനായി. പോംപിയ എന്നാണ് വധുവിന്റെ പേര്. അധികാരം ഒരു ചതുരംഗ കളിയാണെങ്കിൽ അതിലെ ഓരോ കരുനീക്കവും പ്രധാനമാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുരോഹിതന്മാരുടെ കൊളീജിയമായ കോളേജ് ഓഫ് പോണ്ടിസിൽ പ്രധാന പുരോഹിത പദവിയായ പോണ്ടിസ്ഫെക്സ് മാക്സിമസ് ആകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ജൂലിയസ് സീസർ ആരംഭിച്ചു. അവിഹിത മാർഗങ്ങളിലൂടെ സീസർ ഈ പദവിയിലെത്താൻ ശ്രമിക്കുന്നുവെന്നായി വ്യാപകമായ ആരോപണം. സീസർ കൈക്കൂലി കൊടുത്ത് വോട്ട് നേടാൻ ശ്രമിക്കുന്നുവെന്നും എതിരാളികൾ പറഞ്ഞു. ഏതായാലും ജൂലിയസ് സീസർ പോണ്ടിസ്ഫെക്സ് മാക്സിമസായി വലിയ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടു. സീസറിന്റെ എതിരാളികൾ കരുത്തരും പരിചയസമ്പന്നരുമായിരുന്നു. എന്നിട്ടും സീസർ അവരെ അനായാസം പരാജയപ്പെടുത്തി. ഇതോടെ റോമൻ റിപ്പബ്ലിക്കിന്റെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ജൂലിയസ് സീസർ നിർണായക ശക്തിയായി. മിത്രങ്ങളെ മാത്രമല്ല, ധാരാളം ശത്രുക്കളെയും സീസർ സമ്പാദിച്ചു. സീസർ പോണ്ടിസ്ഫെക്സ് മാക്സിമസായി തിരഞ്ഞെടുക്കപ്പെട്ട് 1 കൊല്ലത്തിന് ശേഷമാണ് ബോണാഡി ഉത്സവം വന്നത്. സ്ത്രീകളുടെ ഉത്സവമായ ബോണാഡിയിൽ പങ്കെടുക്കാൻ പുരുഷന്മാർക്ക് അനുവാദമില്ല. വൈകുന്നേരത്തോടെ ഉത്സവവേദിയിലും പരിസരത്തും ഒരു വാർത്ത പരന്നു. ബോണാഡി ഉത്സവത്തിൽ ഒരു പുരുഷൻ എത്തിയിട്ടുണ്ട്. പ്ലോബ്ലിയോസ് ക്ലോഡിയസ് എന്ന യുവാവിനെ അവിടെ നിന്നും പിടികൂടി. താൻ സീസറുടെ ഭാര്യ പോംപിയെ സ്നേഹിക്കുന്നുവെന്നും അവളെ കാണാനാണ് സ്ത്രീകളുടെ വേഷത്തിൽ ബോണാഡി ഉത്സവത്തിൽ വന്നതെന്നും ക്ലോഡിയസ് പറഞ്ഞു. സെനറ്റ് സീസറുടെ അഭിപ്രായം ആരാഞ്ഞു. വിചാരണയ്ക്കൊടുവിൽ ക്ലോഡിയസിനെ ശിക്ഷിക്കുകയും ചെയ്തു. പോംപിയയും ക്ലോഡിയസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് സീസർ കരുതുന്നില്ല. പോംപിയയ്ക്കെതിരായി ഒരു തെളിവും തന്റെ പക്കലില്ല എന്ന് സീസർ വ്യക്തമാക്കി. പോംപിയ ശിക്ഷിക്കപ്പെട്ടില്ല. പക്ഷെ സീസർ അവരെ വിവാഹമോചനം ചെയ്തു. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. പോംപിയയെ ഉപേക്ഷിച്ചതിനെ പറ്റിയുള്ള സീസറിന്റെ വിശദീകരണം അതായിരുന്നു. ഓരോ ദിവസവും പുതിയ പ്രതീക്ഷ, ഓരോ ദിവസവും പുതിയ പ്രതിസന്ധി. റോമൻ രാഷ്ട്രീയം സീസറിനു വേണ്ടി കാത്തുവെച്ചത് ഇതെല്ലാമാണ്. ജൂലിയൻ വംശത്തിന്റെ യശസ് ഉയർത്താൻ തനിക്ക് കഴിയുമെന്ന് സീസറിനറിയാം. എന്നാൽ സീസറിന്റെ ആഗ്രഹം മറ്റൊന്നാണ്. അധികാരത്തെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കണം. റോം കേന്ദ്രമായി വിശാലമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കണം. ഒരു വലിയ സൈനിക ശക്തിയായി വളർന്നാൽ മാത്രമേ തന്റെ സ്വപ്നങ്ങൾക്ക് നിലനിൽപ്പുള്ളൂവെന്ന് ജൂലിയസ് സീസർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വൈകാതെ സീസർ തന്റെ സൈന്യവുമായി ഹിസ്പാനിയയിലേക്ക് പുറപ്പെട്ടു. പുതിയ പുതിയ പ്രവിശ്യകൾ കീഴടക്കുക ഒരു ഹരമാണ് അദ്ദേഹത്തിന്. ഹിസ്പാനിയയിലെ സമ്പന്നമായ ചില ഗ്രാമങ്ങൾ ലക്ഷ്യമാക്കി ജൂലിയസ് സീസറിന്റെ സേന നീങ്ങി. അവിടെയുള്ള സമ്പന്നരുടെ ഗ്രാമങ്ങൾ സൈന്യം ആക്രമിച്ചു. വലിയ സംഘർഷമില്ലാതെ തന്നെ ഗ്രാമത്തലവന്മാർ റോമൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി. അവരുടെ സമ്പത്തിന്റെ വലിയൊരു പങ്ക് സീസറിന്റെ സേന സ്വന്തമാക്കി. പോരാട്ടം പൂർത്തിയാക്കി റോമിലേക്ക് മടങ്ങും മുമ്പ് അത്യാവശ്യം കടം വീട്ടാനുള്ള പണം സീസർ സമ്പാദിച്ചിരുന്നു. മികച്ച ഭരണാധികാരി എന്ന അംഗീകാരത്തോടെ ഹിസ്പാനിയയിൽ നിന്ന് സീസർ വീണ്ടും റോമിലേക്ക് മടങ്ങിയെത്തി. ഇത്തവണ പ്രശസ്തിയും പണവും സീസർക്കൊപ്പമുണ്ട്. പ്രാദേശിക ഗോത്രങ്ങൾക്കുമേൽ സീസർ നേടിയ വിജയം അദ്ദേഹത്തിന്റെ സൈന്യത്തിന് അഭിമാനകരമായിരുന്നു. റോമൻ റിപ്പബ്ലിക്കിന് ഇപ്പോൾ ആവശ്യമുള്ള കരുത്തനായ ഭരണാധികാരി ജൂലിയസ് സീസർ മാത്രമാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. ഈ അവസരത്തിൽ അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്ന് സിംഹാസനത്തിലേക്കുള്ള യാത്രയ്ക്കായി 3 പേർ ഒരുമിച്ചുകൂടി. ജൂലിയസ് സീസറും ജനറൽ പോംപിയും ക്രാസസും. നീക്കങ്ങൾ രഹസ്യമാണ്. റോമൻ റിപ്പബ്ലിക്കിന്റെ സെനറ്റിനെ അട്ടിമറിക്കുകയാണ് ലക്ഷ്യം. അതിനുവേണ്ടി നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനത്തെ തകർക്കണം. അവർ പരസ്പരം അവരവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കും. അതാണ് തമ്മിൽ രൂപപ്പെടുത്തിയ കരാർ. സീസറുടെ മകൾ ജൂലിയയെ പോംപിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഏതാനും നാളുകൾക്ക് ശേഷം ക്രാസസിന്റെ ചെങ്ങാതിയുടെ മകൾ കാൾപൂർണിയയെ ജൂലിയസ് സീസറും വിവാഹം കഴിച്ചു. സീസറിന്റെ വധുവായി ആ വീട്ടിലെത്തുന്ന 3ാമത്തെ പെൺകുട്ടിയാണ് കാൾപൂർണിയ. ഇതോടെ സീസറും പോംപിയും ക്രാസസും എന്ന ത്രിമൂർത്തി ശക്തി റോമൻ റിപ്പബ്ലിക്കിൽ കൂടുതൽ ദൃഢമായി. തന്റേത് ഒരു മഹാരാജാവിന്റെ ജീവിതത്തിന് തുല്യമായിരിക്കണമെന്ന് സീസർക്ക് നിർബന്ധമുണ്ടായിരുന്നു. സ്വർണ്ണ അലുക്കുകൾ പിടിപ്പിച്ച ചുവന്ന ബൂട്ടുകൾ ധരിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ചുവപ്പ് യുവത്വത്തിന്റെയും ധീരതയുടെയും അടയാളമാണ്. സേവകരുടെ കാര്യത്തിലും ധാരാളിത്തമുണ്ട്. വീട്ടിലും പുറത്തും എപ്പോഴും അനുചരന്മാർ വേണം. സ്വന്തം സൈനികരുടെ ഒരു വലിയ പട നിർദ്ദേശങ്ങൾ പാലിക്കാൻ കാത്തു നിൽക്കണം. ഇത്തരം തീരുമാനങ്ങളെല്ലാം സീസർ സ്വയം നടപ്പാക്കി. അതിനനുസരിച്ച് കടം വലുതായി വന്നു.
പുതുതായി ലഭിച്ച ഗവർണർ പദവി ഉപയോഗിച്ച് ഈ കടങ്ങൾ വീട്ടാനാകും സീസർ പ്രതീക്ഷിച്ചു. ഗോളിലെ സമ്പന്നമായ ഭൂമികയിൽ നിന്നും ധാരാളം നേടാനുണ്ട്. ഗോളിലെത്തിയ സീസർ ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. പുതിയ യുദ്ധതന്ത്രങ്ങൾ കണ്ടെത്തുക രസകരമായ ഒരു കളിയായിരുന്നു ജൂലിയസ് സീസറിന്. പിഴവില്ലാത്ത യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുക, അവ പരീക്ഷിച്ച് വിജയിക്കുക, ഒപ്പം ചുറ്റുപാടും ഭയത്തിന്റെ വിത്ത് വിതയ്ക്കുക. ഗോളിൽ പല പ്രദേശങ്ങളും സീസർ ഇതിനോടകം തന്നെ കീഴടക്കി കഴിഞ്ഞു. പിടിച്ചെടുത്ത ദേശങ്ങളിലെ അധികാരം നിലനിർത്താൻ ഭയപ്പെടുത്തലിനേക്കാൾ വലിയ ആയുധമില്ല എന്ന് സീസർ കണ്ടെത്തി. BC 49 ജനുവരി 10 ഇറ്റാലിയൻ പ്രവിശ്യയിലെത്തിയ സീസർ 12 തന്നെ റെമിനി പട്ടണം പിടിച്ചെടുത്തു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അടുത്തുള്ള 3 നഗരങ്ങൾ കൂടി സീസറിന്റെ നിയന്ത്രണത്തിലായി. ഇറ്റലിയിൽ നിന്ന് റോമിലേക്കുള്ള ഫ്ലെമിനിയൻ പാതയും സീസറിന്റെ സൈന്യം വരുതിയിലാക്കി. അതോടെ ഇറ്റലിയുടെ നിയന്ത്രണവും സീസറിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞു. ആഫ്രിക്കയിലെ ഒപ്റ്റിമേഴ്സും സീസർ കീഴടക്കി. തുടർച്ചയായ വിജയങ്ങൾക്ക് ശേഷം ജൂലിയസ് സീസർ റോമിലേക്ക് മടങ്ങി. റോമിൽ മടങ്ങിയെത്തിയ സീസറെ ജനങ്ങൾ ആദരവോടെ സ്വീകരിച്ചു. സീസറെ അനുകൂലിക്കുന്നവരാണ് കൂടുതൽ പേരും. എതിർക്കുന്നവർക്ക് അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അധികം വൈകാതെ സീസർ ഒരു വിൽപത്രം തയ്യാറാക്കി. വിൽപത്രത്തിന്റെ ഉള്ളടക്കം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. ആഭ്യന്തര കലാപങ്ങളില്ലാത്ത മുഴുവൻ സാമന്ത രാജ്യങ്ങളെയും റോമിന്റെ കീഴിൽ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഭരണ സംവിധാനത്തിനാണ് സീസറിന്റെ ശ്രമം. ഗോളിലും ഈജിപ്തിലും നേടിയ പോരാട്ട വിജയത്തിന്റെ പേരിൽ ജനങ്ങൾക്ക് സീസറോട് ആദരവുണ്ട്. സീസർ തന്റെ പേരിൽ ഒരു മന്ദിരവും ജൂലിയൻ ഗോത്രത്തിന്റെ കുലദേവതയായ വീനസിനു വേണ്ടി ഒരു ആരാധനാലയവും പണിതു. ഇക്കാലത്ത് ജൂലിയസ് സീസറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ജൂലിയൻ കലണ്ടറാണ്. ചന്ദ്രന്റെ ചലനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് തയ്യാറാക്കിയ കലണ്ടറാണ് അതുവരെ റോമിൽ ഉപയോഗിച്ചിരുന്നത്. സൂര്യനെ കേന്ദ്രമാക്കിയ ഈജിപ്ഷ്യൻ കലണ്ടറിനെ മാതൃകയാക്കി ഒരു വർഷത്തിൽ 365 ദിവസങ്ങൾ വരുന്ന പുതിയ കലണ്ടർ സീസർ രൂപപ്പെടുത്തി. ക്ലിയോപാട്രയുടെ സഭയിലെ അംഗമായ ഗ്രീക്ക് ജ്യോതിശാസ്ത്ര വിദഗ്ധൻ സോസിജഡേഴ്സ് ഈ കലണ്ടറിന്റെ നിർമ്മാണത്തിൽ സീസറെ സഹായിച്ചു. ജൂലിയസ് സീസറോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ ജന്മമാസമായ ക്വിന്റുലിസിനെ ജൂലൈ എന്ന പേര് നൽകി. ജൂലിയ കലണ്ടറിനെ റോമിലെ കർഷകർ അത്ഭുത ആദരവങ്ങളോടെ സ്വീകരിച്ചു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ജനങ്ങളെ ആകർഷിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായ നിരവധി പരിഷ്കാരങ്ങൾ സീസർ നടപ്പിലാക്കി. എല്ലാം അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനങ്ങളായിരുന്നു. സീസർ റോമിന്റെ ചക്രവർത്തിയാകാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അയാൾ എന്തും ചെയ്യും, സെനറ്റർമാർ പരസ്പരം പറഞ്ഞു. ഈ വിഷവൃക്ഷത്തെ ഇനിയും പടർന്നു പന്തലിക്കാൻ അനുവദിക്കാമോ എന്ന് സെനറ്റ് അംഗങ്ങളിൽ കുറെ പേരും ന്യായാധിപന്മാരും രഹസ്യമായി പരസ്പരം ചോദിച്ചു തുടങ്ങി. സാവധാനം ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു. സീസറെ എതിർക്കുന്നവരെ ഒരുമിപ്പിക്കാൻ മുൻകൈ എടുത്തത് ബ്രൂട്ടസ് ആണ്. മാർക്കസ് ജൂനിയസ് ബ്രൂട്ടസ്. ബ്രൂട്ടസ് സീസറിന്റെ മകനാണെന്ന് വിശ്വസിക്കുന്നവർ പോലുമുണ്ട്. മകനോടെന്ന പോലെ വാത്സല്യത്തോടെയാണ് സീസർ അയാളോട് പെരുമാറുന്നത്. എങ്കിലും അയാൾക്ക് ഒരിക്കലും സീസറോട് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. ജൂലിയസ് സീസർ മരിക്കണം, അയാളെ വധിക്കാനാണ് നമ്മൾ അർഹിക്കുന്നത്, ഗൂഢാലോചനക്കാരുടെ യോഗത്തിൽ ബ്രൂട്ടസ് പറഞ്ഞു. BC 44 മാർച്ച് 15 ബ്രൂട്ടസും ക്യാഷ്യസും നേതൃത്വം നൽകുന്ന ഗൂഢാലോചന സംഘം കാത്തിരുന്ന ദിവസം. ഇന്ന് നടക്കാൻ പോകുന്ന സെനറ്റ് യോഗത്തിൽ വെച്ച് സീസറിന്റെ കഥ അവസാനിപ്പിക്കണം. അതിനായി ഗൂഢാലോചനക്കാർ ഒരുങ്ങി. സെനറ്റ് മന്ദിരത്തിൽ എത്തിയിരിക്കുന്ന ഗൂഢാലോചനക്കാർ ആയുധധാരികളാണ്. അവരുടെ വസ്ത്രങ്ങൾക്കിടയിൽ കഠാരകൾ മറഞ്ഞിരിപ്പുണ്ട്. ജൂലിയസ് സീസർ സെനറ്റ് മന്ദിരത്തിലെത്തി. സീസറെ വധിക്കാനായി വന്നിരിക്കുന്ന 60 സെനറ്റർമാർ അവിടെയുണ്ട്. സീസർ ഇതൊന്നും അറിയുന്നില്ല. പെട്ടെന്നാണ് സെനറ്റർമാർ ഓരോരോ പരാതികളുമായി സീസറിന് ചുറ്റുമെത്തിയത്. അദ്ദേഹത്തിന് എന്തോ പന്തികേട് തോന്നി. നീണ്ടുവരുന്ന കൈകളിൽ ആയുധങ്ങളുടെ തിളക്കം അദ്ദേഹം കണ്ടു. ഗൂഢാലോചനക്കാർ കൂട്ടമായി സീസറെ പൊതിഞ്ഞു. അവർ കൈവശം കരുതിയ ആയുധങ്ങൾ കൊണ്ട് സീസറിന്റെ ശരീരത്തിൽ താഴ്ത്തി. എല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത്. എത്രയോ യുദ്ധങ്ങൾ നയിച്ച ധീരനായ ആ പോരാളി രക്തം വാർന്നു വീഴുന്ന ശരീരവുമായി വീച്ചു നീങ്ങി. ഒടുവിൽ ബ്രൂട്ടസിനടുത്തെത്തിയ സീസർ അയാളുടെ വസ്ത്രത്തിൽ പിടിച്ചു നിന്നു. എന്നാൽ ബ്രൂട്ടസിന്റെ കഠാരയും ആ ശരീരത്തിൽ ഇറങ്ങി. അമ്പരപ്പോടെ സീസർ പെറുപെറുത്തു. ബ്രൂട്ടസ്, നീയും? അതായിരുന്നു ജൂലിയസ് സീസർ എന്ന അതിശക്തനായ പോരാളിയുടെ അവസാന വാക്കുകൾ. ജൂലിയസ് സീസർ മരിച്ചു. അപ്പോഴേക്കും സെനറ്റർമാരുടെ കഠാരകൾ 23 പ്രാവശ്യം ആ ശരീരത്തിൽ താഴ്ന്നിറങ്ങിയിരുന്നു. റോമൻ ജനതയുടെ ദുഃഖത്തിനിടയിൽ ജൂലിയസ് സീസറുടെ ഭൗതിക ദേഹം സംസ്കരിക്കപ്പെട്ടു. ചരിത്രത്തിലെ റോം അന്നു മുതൽ സീസറിന് മുൻപും സീസറിന് ശേഷവുമെന്ന് വേർതിരിക്കപ്പെട്ടു. അതുവരെ ഉണ്ടായിരുന്ന റോമൻ റിപ്പബ്ലിക്കിനെ സീസർ മറ്റൊന്നായി പുതുക്കി പണിയുകയായിരുന്നു. പിന്നീട് വന്ന റോമ സാമ്രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയിട്ടത് സീസറാണ്. അദ്ദേഹം പണിതുയർത്തിയ സാമ്രാജ്യം പിന്നീട് നൂറ്റാണ്ടുകളോളം നിലനിന്നു.